സദൃശവാക്യ പുസ്തകത്തിൻ്റെ പഠനം നാം തുടരുമ്പോൾ ഇന്ന് അല്പസമയം ഒരുമിച്ച് ധ്യാനിക്കുവാനായി സദൃശവാക്യങ്ങൾ 14-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ദുർജനം സജ്ജനത്തിൻ്റെ മുന്നിലും ദുഷ്ടന്മാർ നീതിമാന്മാരുടെ വാതിൽക്കലും വണങ്ങി നിൽക്കുന്നു. ദുർജനവും സജ്ജനവും തമ്മിലുള്ള ഒരു താരതമ്യ പഠനം, ദുഷ്ടനും നീതിമാനും തമ്മിലുള്ള ഒരു പഠനം ആത്യന്തികമായി ദുഷ്ടന്മാർ നീതിമാന്മാരുടെ മുന്നിൽ അവരുടെ വാതിൽക്കൽ വണങ്ങി നിൽക്കുന്ന ഒരു ചിത്രം. ഇതാണ് ഈ സദൃശവാക്യത്തിൽ നാം കാണുന്നത്. കുഞ്ഞുനാൾ മുതൽ നാം കേട്ടു വളർന്ന മുത്തശ്ശി കഥകളിലൊക്കെയും നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം ഒരു അവിഭാജ്യ ഘടകമായിരുന്നില്ലേ? ഓരോ കഥയുടെയും സാരാംശം ഒടുവിൽ മുത്തശ്ശനോ മുത്തശ്ശിയോ നമ്മുടെ അധ്യാപകരോ നമുക്ക് വ്യാഖ്യാനിച്ചു നൽകുമ്പോൾ അവർ നമ്മോട് പറഞ്ഞിരുന്നില്ലയോ, ഈ കഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് താൽക്കാലികമായി ജയം തിന്മയുടെ ഭാഗത്ത് എന്ന് തോന്നിയാലും ആത്യന്തിക ജയം നന്മയ്ക്ക് തന്നെയാകും. നാം വായിച്ച കഥകളിലും കണ്ട സിനിമകളിലും കേട്ടു വളർന്ന യാഥാർത്ഥ്യങ്ങളിലും സത്യവും അസത്യവും തമ്മിലുള്ള നിരന്തര പോരാട്ടം ഉണ്ടായിരുന്നു. നന്മയും തിന്മയും തമ്മിലുള്ള നിരന്തരമായ സംഘർഷം ഉണ്ടായിരുന്നു. താൽക്കാലിക തിരിച്ചടികൾ ഒരുപക്ഷെ നന്മയുടെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്ന് നമുക്ക് തോന്നിയാലും ആത്യന്തികമായ വിജയം നന്മയ്ക്ക് തന്നെയായിരിക്കും എന്ന് നിരന്തരം നാം ഓർമ്മിപ്പിക്കപ്പെട്ടു. അത് വേദപുസ്തകത്തിലെ കഥകളുടെ അനുഭവം മാത്രമല്ല. ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും ചിത്രം വളരെ പ്രതീകാത്മകമായ ഒരു ചിത്രമാണ്. ദാവീദിനെ സംബന്ധിച്ച് ഗോലിയാത്ത് വളരെ വലിയവൻ എന്ന് തോന്നുമാറ് ആകാരം ഉള്ള വ്യക്തിയായിരുന്നു. അവന് ആയുധങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. എന്നാൽ ദൈവപക്ഷത്തു നിന്ന, നന്മയുടെ പക്ഷത്തു നിന്ന, സത്യത്തിൻ്റെ പക്ഷത്തു നിന്ന ദാവീദ് ഒരു കവിണയും 5 കല്ലുമായി അത്ഭുതം പ്രവർത്തിച്ചത് നമുക്കറിയാം. ആത്യന്തിക വിജയം ഗോലിയാത്തിനായിരുന്നില്ല, അത് ദാവീദിനായിരുന്നു. നാം വായിച്ചു വളർന്ന കഥകളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുക. ഒരു വശത്ത് രാജുവും രാധയും, അവരെ സഹായിക്കാൻ നന്മമൂർത്തിയായ മായാവിയും, മറുവശത്ത് കുട്ടൂസനും ഡാങ്കിനിയും വിക്രമനും ലുട്ടാപ്പിയും, അവർ തിന്മയുടെ ഭാഗത്ത്. എല്ലാ ചെറു കാർട്ടൂണുകളുടെയും ഒടുവിൽ വിജയം അത് മായാവിയുടെയും രാജുവിൻ്റെയും രാധയുടെയും പക്ഷത്തായിരുന്നു. ആ ഒരു സംസ്കാരത്തിലാണ് നാം വളർന്നതൊക്കെയും. ദുർജനം സജ്ജനത്തിൻ്റെ മുന്നിൽ, ദുഷ്ടന്മാർ നീതിമാന്മാരുടെ മുന്നിൽ വണങ്ങി നിൽക്കുന്ന ചിത്രം വേദപുസ്തകത്തിൽ നാം നോക്കുമ്പോഴോ അത് ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിലൊന്ന് യോസേഫിൻ്റെ അനുഭവമാണ്. യോസേഫിൻ്റെ സ്വപ്നം വണങ്ങി നിൽക്കുന്ന കറ്റകളും സൂര്യചന്ദ്ര നക്ഷത്രങ്ങളുമാണ്. ദുഷ്ടതയുടെ പ്രതീകത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ സ്വപ്നക്കാരനായ യോസേഫിനെ കുറിച്ച് അവൻ്റെ സഹോദരന്മാർക്ക് അസൂയ തോന്നി. ഒരു നാൾ ആടുമേച്ചിരുന്ന സഹോദരന്മാർക്ക് ഭക്ഷണവുമായി വന്ന ഇളയവൻ യോസേഫിനെ കൊന്നുകളഞ്ഞാലോ എന്ന് അവർ ചിന്തിച്ചു. കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു
രക്തം പുരണ്ട അവൻ്റെ വസ്ത്രം അപ്പൻ്റെ അടുക്കൽ കൊണ്ടുചെന്ന് അവൻ്റെ മരണത്തെക്കുറിച്ച് സംസാരിക്കുവാൻ തയ്യാറായ ദുഷ്ടതയുടെ മൂർത്തിമത് ഭാവം. സഹോദരനെ കൊല്ലുന്നതിൽ നിന്ന് അവസാന നിമിഷം അവർ പിന്മാറിയപ്പോഴോ മിസ്രൈമ്യ കച്ചവടക്കാരെ കണ്ട് അവനെ 20 വെള്ളിക്കാശിന് മിസ്രൈമ്യർക്ക് വിറ്റുകളഞ്ഞ ദുഷ്ടത. പൊത്തിഫേറിൻ്റെ വീട്ടിൽ അടിമയായിട്ട് എത്തിയ യോസേഫ് പക്ഷേ അവൻ്റെ സത്സ്വഭാവം കൊണ്ട് പൊത്തിഫേറിൻ്റെ വീട്ടിലെ എല്ലാവരുടെയും പ്രിയങ്കരനായി. എന്നാൽ പൊത്തിഫേറിൻ്റെ ഭാര്യ ദുഷ്ടതയുടെ ഭാഗത്തു നിന്ന് പ്രലോഭിപ്പിച്ച് അവനെ മാടി വിളിച്ചപ്പോഴോ അവൻ സത്യത്തിനു വേണ്ടി നിലപാടെടുത്തു. സത്യത്തിനു വേണ്ടി നിലപാടെടുത്തതുകൊണ്ട് തന്നെ തടവറയിൽ ആകുവാൻ വിധിക്കപ്പെട്ടു. ഇന്നും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ സത്യത്തിനു വേണ്ടി നിലകൊണ്ട് തടവറയിൽ ആയിരിക്കുന്ന എത്രയോ പേരെ നമുക്കറിയാൻ കഴിയും. നെൽസൺ മണ്ടേല ഉൾപ്പെടെ എത്രയോ പേർ നീതിക്കു വേണ്ടി പോരാടി തടവറകളിൽ ആയിരിക്കുന്ന ചിത്രം. ആ തടവറയുടെ ക്രൂരതയിൽ കൊല്ലപ്പെട്ട എത്രയോ പേരെ നമുക്കറിയാം. സത്യത്തിനു വേണ്ടി നിലപാടെടുത്ത് തടവറയിൽ ആയിരുന്ന യോസേഫ് പാനപാത്രവാഹകനും അപ്പക്കാരനും അവരുടെ സ്വപ്നങ്ങൾ വർണ്ണിച്ചു കൊടുത്തെങ്കിലും വിവരിച്ചു കൊടുത്തെങ്കിലും കൊട്ടാരത്തിൽ തിരികെ എത്തിയ പാനപാത്രവാഹകൻ മറന്നുപോയി. ഒടുവിൽ ഏകദേശം 2 വർഷങ്ങൾക്കപ്പുറമാണ് വ്യാഖ്യാനിക്കാനാകാത്തൊരു രാജാവിൻ്റെ സ്വപ്നത്തെ സംബന്ധിച്ച് ആളുകൾ അന്താളിച്ചപ്പോൾ പാനപാത്രവാഹകൻ സ്വപ്നവ്യാഖ്യാനിയായ യോസെഫിനെ ഓർക്കുകയും അങ്ങനെ രാജസന്നിധിയിൽ എത്തിക്കുകയും ചെയ്തത്. സമൃദ്ധിയുടെ 7 വർഷങ്ങൾ, ക്ഷാമത്തിൻ്റെ 7 വർഷങ്ങൾ. രാജാവിൻ്റെ സ്വപ്നം വ്യാഖ്യാനിക്കപ്പെട്ടു. രാജാവ് അവനോട് ക്ഷാമകാലത്തിനു വേണ്ടി ഒരുങ്ങുന്നതിൻ്റെ ചുമതല ഏൽപ്പിച്ചു. സമൃദ്ധിയുടെ കാലത്ത് ഭണ്ഡാരശാലകൾ നിറഞ്ഞു. ക്ഷാമകാലത്ത് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ യോസേഫിനെയും മിസ്രയീമിലെ ഭണ്ഡാരശാലയെയും തേടിയെത്തി. അക്കൂട്ടത്തിൽ യോസേഫിൻ്റെ സഹോദരന്മാരുമുണ്ടായിരുന്നു. അവർ ഓരോരുത്തരും ദുഷ്ടതയുടെ പ്രതീകങ്ങൾ എന്ന് നമുക്ക് വിളിക്കുവാൻ കഴിയുന്നവരാണെങ്കിൽ യോസേഫിൻ്റെ മുന്നിൽ വണങ്ങി നിൽക്കുന്നൊരു ചിത്രമുണ്ടല്ലോ, ആ ചിത്രമാണ് ഇവിടെ സദൃശവാക്യക്കാരൻ വരച്ചു കാട്ടുന്നത്. ദുർജനം സജ്ജനത്തിൻ്റെ മുന്നിൽ, ദുഷ്ടന്മാർ നീതിമാന്മാരുടെ മുന്നിൽ, അവരുടെ വാതിലിനു മുന്നിൽ വണങ്ങി നിൽക്കുന്ന ഒരു ചിത്രം. നന്മയുടെ വിജയം അത് എപ്പോഴും ദൈവ സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് എന്നതാണ് ഈ സദൃശവാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട പാഠങ്ങളിലൊന്ന്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 37 മുതൽ നാം വായിക്കുമ്പോൾ പശ്ചാത്തലത്തിൽ നന്മയുടെ ഭാഗത്ത് നിൽക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ദൈവ സ്നേഹത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ ആർക്ക് കഴിയും എന്ന് ചോദിച്ചുകൊണ്ട് നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അതിനുശേഷമാണ് നന്മയും തിന്മയും തമ്മിലുള്ള സംഘർഷം പോലെ തന്നെ ആ സംഘർഷത്തിന് വ്യത്യസ്തങ്ങളായ പല പ്രതിഫലനങ്ങൾ ഉണ്ടായേക്കാം. ആ പ്രതിഫലങ്ങളുടെ മധ്യേ അപ്പോസ്തലൻ പറയുന്നത് മരണത്തിനോ ജീവനോ, ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, മറ്റ് യാതൊരു സൃഷ്ടിക്കോ, ഉയരത്തിനുള്ളതിനോ താഴത്തിനുള്ളതിനോ ആഴത്തിനുള്ളതിനോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല. തിന്മ വ്യത്യസ്ത രൂപങ്ങളിലും ഭാവങ്ങളിലും നമ്മെ മാടി വിളിച്ചാലും നമ്മെ പ്രലോഭിപ്പിച്ചാലും ആ പ്രലോഭങ്ങളിൽ വീണുപോകാതെ
നന്മയുടെ പക്ഷത്ത് നിൽക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ. ദാനിയേലിൻ്റെ ചിത്രം നമ്മുടെ മുന്നിലേക്ക് ഓടിയെത്തുകയാണ്. രാജാവിനെ വണങ്ങി നിന്നില്ലെങ്കിൽ മരണം വിധിക്കപ്പെടും എന്ന് പറഞ്ഞിട്ടും ദാനിയേലോ ശദ്രക്കോ മേശക്കോ അബേദ്നെഗോവോ അതിന് തയ്യാറാകാത്ത ചിത്രം. അഗ്നിച്ചൂളയിലേക്ക് വലിച്ചെറിയുമ്പോൾ തിന്മ വിജയിച്ചു എന്ന് നാം കരുതിയോ? എന്നാൽ ആത്യന്തിക വിജയം തിന്മയുടേതായിരുന്നില്ല. തീച്ചൂളയിൽ നാലാമനായി കൂടെ എത്തിയ ദൈവപുത്രന് സമനായവൻ അവരെ തീച്ചൂളയിൽ സംരക്ഷിക്കുകയും കേടുപാടുകളില്ലാതെ പുറത്തു വരുവാൻ അവരെ സഹായിക്കുകയും ചെയ്തു. ദാനിയേൽ സിംഹക്കുഴിയിലേക്ക് എറിയപ്പെട്ടപ്പോഴോ, സിംഹക്കുഴിയിൽ സിംഹങ്ങൾ അവനെ കടിച്ചു തീരുമ്പോൾ തിന്മ വിജയിച്ചു എന്ന് നാം നെടുവീർപ്പിടുമെന്ന് നാം കരുതി. എന്നാൽ തങ്ങളുടെ മധ്യേ വന്നു വീണ ദാനിയേലിനെ ആക്രമിക്കുവാൻ സിംഹങ്ങൾ മുതിരാതെ ഒടുവിൽ സുരക്ഷിതനായി ദാനിയേൽ രക്ഷപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവ സ്നേഹത്തിൻ്റെ ആഴത്തിൽ നാം നിലനിന്നാൽ തിന്മ ഏതെല്ലാം രീതിയിൽ സ്വാധീനിക്കുവാൻ ശ്രമിച്ചാലും ഒടുവിൽ ദാനിയേലിൻ്റെ മുന്നിൽ വണങ്ങി നിന്നൊരു സംവിധാനത്തെ പോലെ ദുഷ്ടന്മാർ നീതിമാന്മാരുടെ വാതിൽക്കൽ വണങ്ങി നിൽക്കുന്ന, ദുർജനം സജ്ജനത്തിൻ്റെ മുന്നിൽ വണങ്ങി നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് നാം കാണുന്നത്. ദൈവ സ്നേഹത്തിൻ്റെ ആഴത്തിൽ അധിഷ്ഠിതമായ ഒരു സത്യം. തുടർന്നും ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ എന്താണ് സത്യത്തിൻ്റെ പക്ഷത്ത്, നന്മയുടെ പക്ഷത്ത്, നീതിയുടെ പക്ഷത്ത് നിലകൊള്ളുവാൻ നമുക്ക് പ്രേരണയാകുന്നത് എന്ന ചോദ്യം ശ്രദ്ധേയമാണ്. ദൈവ രാജ്യത്തോടുള്ള പ്രതിബദ്ധതയാണ്. ദൈവരാജ്യാധിഷ്ഠിതമായ ഒരു ജീവിതക്രമമാണ് നമ്മെ അതിന് സഹായിക്കുന്നത്. റോമാലേഖനം 14 അധ്യായത്തിൻ്റെ 17 മുതലുള്ള വാക്യങ്ങളിൽ ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല എന്ന് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുമ്പോൾ തങ്ങളുടെ ചുറ്റുമുള്ള ജീവിത യാഥാർത്ഥ്യത്തിൽ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളത്തെ ദിവസം എന്തു ഭവിക്കുമെന്ന് നമുക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞ് തിന്മയുടെ ഭാഗത്തേക്ക് ചാരി നിന്ന് ജീവിതാസ്വാദനമാണ് ശരിയെന്ന് കരുതിയിരുന്ന ഒരു പശ്ചാത്തലത്തിലാണ്. അങ്ങനെയല്ല. ഭക്ഷണവും പാനീയവുമല്ല ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാനം. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ എന്ന് ഓർമ്മപ്പെടുത്തുന്നത്. ക്രിസ്തുവിനെ സേവിക്കുന്നവർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. മനുഷ്യർക്ക് കൊള്ളാകുന്ന രീതിയിലുള്ള ജീവിതമല്ല, മറിച്ച് ദൈവ തിരുസന്നിധിയിൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, പ്രസാദകരമായ രീതിയിൽ ദൈവ രാജ്യത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതക്രമത്തെക്കുറിച്ച് നാം അവിടെ വായിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ 3 അടിസ്ഥാന ഘടകങ്ങൾ. നീതിക്ക് വേണ്ടി നിലനിൽക്കുമ്പോൾ അനീതിയുടെ സ്വാധീനങ്ങൾ ജയിക്കുന്നുവെന്ന് താൽക്കാലികമായി നാം കരുതിയേക്കാം. ആത്യന്തിക വിജയം നീതിക്കായിരിക്കും. സമാധാനത്തിന് വേണ്ടി നാം നിലനിൽക്കുമ്പോൾ അക്രമത്തിൻ്റെ സ്വാധീന ശക്തികൾ വിജയിക്കുന്നുവെന്ന് താൽക്കാലികം തോന്നുന്ന അനുഭവങ്ങൾ ഉണ്ടായേക്കാം. ആത്യന്തിക വിജയം സമാധാനത്തിനായിരിക്കും. സന്തോഷത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ ആ സന്തോഷത്തെ കെടുത്തിക്കളയുന്ന അനേകം ദുഷ്ടതയുടെ ശക്തികൾ നമ്മുടെ ചുറ്റും വിജയിക്കുന്നു എന്ന് താൽക്കാലികമായി തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ടായേക്കാം. ആത്യന്തികമായി നീതിയുടെ മുന്നിൽ വണങ്ങി നിൽക്കുന്ന, നീതിയുടെ വാതിൽക്കൽ വണങ്ങി നിൽക്കുന്ന അനീതിയുടെ ചിത്രമാണ് നാം കാണുന്നത്. ദൈവ രാജ്യത്തിൽ അധിഷ്ഠിതമായി നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുമ്പോൾ നന്മയുടെയും സത്യത്തിൻ്റെയും നീതിയുടെയും പക്ഷത്ത് നിൽക്കുവാൻ അത് നമുക്ക് പ്രചോദനമാകുന്നു. തുടർന്നും ഈ വാക്യത്തിൻ്റെ, സദൃശവാക്യത്തിൻ്റെ മർമ്മങ്ങളിലേക്ക് നാം ശ്രദ്ധിക്കുമ്പോൾ നന്മയുടെ പക്ഷം ദൈവവചനത്തിൽ അധിഷ്ഠിതമായിട്ടാണ്. ദൈവവചനത്തിൽ വേരൂന്നി നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുമ്പോൾ അസത്യവും അനീതിയും ഒരുപാട് സ്വാധീനമായി നമ്മുടെ ചുറ്റും നിറഞ്ഞ് ആടുമ്പോഴും സത്യത്തിനു വേണ്ടിയും
നീതിക്ക് വേണ്ടിയും നിലപാടുകൾ എടുക്കുവാൻ, നിലകൊള്ളുവാൻ ദൈവവചനം നമുക്ക് ശക്തി പകരുന്നു. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ, പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കുമാറാകൊണ്ടും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ദുഷ്ടനെ ജയിക്കുവാൻ കഴിയുന്നത്? എന്തുകൊണ്ടാണ് നന്മയുടെ സ്വാധീനങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയുന്നത്? എന്തുകൊണ്ടാണ് തിന്മയുടെ സ്വാധീനങ്ങൾക്ക് നിങ്ങളുടെ മേൽ വിജയം പ്രാപിക്കുവാൻ കഴിയാത്തത്? യോഹന്നാൻ ലേഖനകർത്താവ് പറയുന്നത്, ദുഷ്ടനെ ജയിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നത് ദൈവവചനം നിങ്ങളിൽ വസിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ ദൈവവചനത്തിൽ വസിക്കുന്നത് കൊണ്ടാണ്. ദുഷ്ടൻ പല രീതിയിൽ നിങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കും. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, പല രീതിയിൽ. എന്നാൽ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കുമെന്ന് നാം ഓർമ്മിപ്പിക്കപ്പെടുമ്പോൾ, നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടത്തിൽ നന്മയുടെ പക്ഷം നിൽക്കുവാൻ നമ്മുടെ ഉള്ളിൽ വാഴുന്ന ദൈവവചനം നമ്മെ സഹായിക്കുന്നു. സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടത്തിൽ സത്യത്തിൻ്റെ പക്ഷം പിടിക്കുവാൻ നമ്മുടെ ഉള്ളിൽ വാഴുന്ന ദൈവവചനം നമ്മെ സഹായിക്കുന്നു. ഒരുപടി കൂടി കടന്ന് നാം ചിന്തിക്കുമ്പോഴോ, എന്താണ് നന്മയുടെ പക്ഷം പിടിക്കുവാൻ നമ്മെ സഹായിക്കുന്നത്? ദൈവഭാഗത്ത് നിൽക്കുവാൻ നമ്മെ സഹായിക്കുന്നത്, ദൈവത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി, സത്യത്തിനു വേണ്ടി നിലനിൽക്കുവാൻ, നിലപാടെടുക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ആ പ്രേരക ശക്തിയാണ് ദൈവഭക്തി. നമ്മുടെ ഉള്ളിൽ നിന്നും നിറഞ്ഞൊഴുകുന്ന ദൈവത്തോടുള്ള സ്നേഹം, സഹോദര സ്നേഹത്തിൽ പ്രതിഫലിക്കുന്ന ദൈവ സ്നേഹത്തിൻ്റെ ആഴമേറിയ അനുഭവത്തിന് നമുക്ക് നൽകുവാൻ കഴിയുന്ന പദമാണ് ദൈവഭക്തി. യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ് എന്ന് പറഞ്ഞ സദൃശവാക്യക്കാരൻ യഹോവഭക്തിയെക്കുറിച്ച് വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു സദൃശവാക്യങ്ങളിൽ. യഹോവഭക്തി ആയുസ്സിനെ ദീർഘമാക്കും എന്ന് 10-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ നാം കണ്ടു. 11-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ യഹോവഭക്തി ദൃഢധൈര്യം നൽകുന്നു. ഏത് പ്രതിസന്ധിയെ നേരിടുവാനും, ഏത് പശ്ചാത്തലങ്ങളെ തരണം ചെയ്യുവാനും, ഏത് അന്ധകാരത്തിലൂടെ യാത്ര ചെയ്യുവാനും ആവശ്യമായ ദൃഢശക്തിയെ പകർന്നു നൽകുന്ന ദൈവത്തിൻ്റെ ഭക്തിയെക്കുറിച്ച് നാം കാണുന്നു. സദൃശവാക്യങ്ങൾ 11-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം നാം പഠിച്ചപ്പോൾ, യഹോവഭക്തി ജീവന്റെ ഉറവയാകുന്നു. അതിനാൽ മരണത്തിൻ്റെ കണികൾ ഒഴിഞ്ഞുപോകും. ഒരുപാട് മരണത്തിൻ്റെ കെണികൾ നമ്മുടെ ചുറ്റും ഉള്ളൊരു ലോകത്ത് മരണത്തിൻ്റെ കെണികളിൽ നിന്നും ഒഴിഞ്ഞു ജീവിപ്പാൻ, ദുഷ്ടൻ നമ്മെ കൊടുക്കുവാനായി ഒരുക്കി വച്ചിരിക്കുന്ന കെണികൾ ഏതു തന്നെയാകട്ടെ, അതിൽ നിന്നും രക്ഷപ്പെടുവാൻ നമ്മെ സഹായിക്കുന്ന യഹോവഭക്തിയുടെ ആഴങ്ങളെക്കുറിച്ച് നാം വായിച്ചതാണ്, പഠിച്ചതാണ്. 15-ാം അധ്യായത്തിന് 33-ാം വാക്യത്തിൽ യഹോവഭക്തി ജ്ഞാനോപദേശമാകുന്നു എന്ന് പറഞ്ഞതുപോലെ 16-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ യഹോവഭക്തിയാൽ മനുഷ്യർ ദോഷത്തെ വിട്ടകലുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ 19-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ യഹോവഭക്തി ജീവഹേതുവാകുന്നു എന്ന് നാം വായിക്കുന്നു. നമ്മുടെ ചുറ്റും ഒരുപാട് ദുഷ്ടതയുടെ ശക്തികൾ, തന്നെ വണങ്ങി നിൽക്കണമെന്ന് ആഗ്രഹിച്ച് നിയമം തന്നെ നിർമ്മിച്ച ഹാമാനെ നമുക്കറിയാം. തന്നെ വണങ്ങാത്ത മൊർദെഖായിക്ക് വേണ്ടി കഴുമരമൊരുക്കിയ ഹാമാൻ. എന്നാൽ നീതിക്ക് വേണ്ടി, സത്യത്തിനു വേണ്ടി ദൈവപക്ഷത്തു നിന്ന മൊർദെഖായി ഒടുവിൽ സംഭവിച്ചത് എന്തെന്നാണ്? മൊർദെഖായി വണങ്ങി നിൽക്കുന്ന ഹാമാന്റെ ഒരു ചിത്രം, മൊർദെഖായിക്ക് ഹാമാൻ ഒരുക്കി വെച്ച കഴുമരം ആർക്കു വേണ്ടി ഉപയോഗിക്കപ്പെട്ടു എന്ന ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. സദൃശവാക്യത്തിൻ്റെ ഈ പടിവാതിൽ സങ്കല്പം വളരെ വളരെ ശ്രദ്ധേയമാണ്. ദിവസം പ്രതി എൻ്റെ പടിവാതിൽക്കൽ ജാഗരിച്ചും എൻ്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തും കൊണ്ട് എൻ്റെ വചനം കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. യെശയ്യാപ്രവചന പുസ്തകം 60-ാം അധ്യായത്തിൻ്റെ 11-ഉം 12-ഉം വാക്യത്തിൽ ജാതികൾ വണങ്ങുന്ന, രാവും പകലും തുറന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വാതിലുകൾ. സങ്കീർത്തനക്കാരൻ, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പിൻ,
മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആർ? ബലവാനും വീരനുമായ യഹോവ തന്നെ, യുദ്ധവീരനായ യഹോവ തന്നെ. അതെ, അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ് എന്ന് പറയുമ്പോൾ ആ വാതിൽ എന്ന സങ്കല്പം ദൈവ സാന്നിധ്യത്തിന്റെ, ദൈവ പ്രവേശനത്തിന്റെ, ദൈവ തേജസ്സിന്റെ പ്രവേശന കവാടമായും നാം കാണുന്നു. അതിന്റെ മുന്നിൽ ഒരു നാൾ വണങ്ങി നിൽക്കുന്ന ദുഷ്ടന്റെ ചിത്രം, അതിന്റെ മുന്നിൽ ഒരു നാൾ വണങ്ങി നിൽക്കുന്ന അനീതിയുടെ ചിത്രം, ദുർജനത്തിന്റെ ചിത്രം നമുക്കറിയാം. വാതിൽ നീതിയുടെ ഉറവിടമാണ്. അവിടെയാണ് ജനങ്ങൾ നീതി തേടി വന്നിരുന്നത്. അവിടെയാണ് മുതിർന്നവർ വന്നിരുന്ന് നീതി നടക്കുന്നുവെന്ന് ഉറപ്പാക്കിയത്. നീതി നടക്കുന്നിടം വാതിൽക്കൽ, നന്മയുടെ വാതിൽക്കൽ ഒരു നാൾ ദുഷ്ടതയുടെ ശക്തികൾ വണങ്ങി നിൽക്കും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ അതുകൊണ്ട് തന്നെ വളരെ വളരെ ശ്രദ്ധേയമാണ്. യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോഴും തിന്മയുടെ ഒരു സ്വാധീന ശക്തിയും ആത്യന്തിക വിജയം നേടുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദുരാത്മാക്കളുള്ള മനുഷ്യരുടെ ഒരുപാട് ചിത്രങ്ങൾ സുവിശേഷത്തിൽ ആകമാനം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആത്യന്തികമായി മനുഷ്യ ജീവിതങ്ങളെ സ്വാധീനിക്കുന്ന തിന്മ ശക്തിയുടെ സ്വാധീന വലയത്തിന്റെ ആഴങ്ങളാണ് ഓരോ മനുഷ്യന്റെയും വേദനയിൽ കാണുന്നത്. ചങ്ങലക്കിട്ട് ശവകുടീരങ്ങളിൽ പാർത്തിരുന്നവർ വരെ ഉണ്ടായിരുന്നു. വെള്ളത്തിലും തീയിലും വീണ് വിറങ്ങലിച്ചവരുണ്ടായിരുന്നു. ദുരാത്മാക്കൾ യേശുവിനെ കാണുമ്പോൾ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് ചോദിക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു. എങ്കിലും ഓരോ ദുരാത്മാവിൻ്റെ സ്വാധീനത്തിലുള്ള വ്യക്തിയുടെ അരികിലെത്തുമ്പോഴും ദുഷ്ടാത്മാവെ അവന് വിട്ടു പോവുക എന്ന് ഭത്സിച്ച് പുറത്താക്കുന്ന, ചിലയിടങ്ങൾ അവർ പന്നിക്കൂട്ടങ്ങളിൽ ചെന്ന് മുങ്ങിത്താഴുന്ന അനുഭവങ്ങൾ വരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുമ്പോഴും അവിടെയൊക്കെ തിന്മയുടെ സ്വാധീന ശക്തി, അതിൻ്റെ സ്വാധീന വലയം അധിക നാൾ നിലനിൽക്കുന്ന ഒന്നല്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. രോഗത്തിന്റെ സ്വാധീന ശക്തിയിലായിരുന്ന എത്രയോ പേർ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ പ്രകാശത്തിന്റെ വഴിയിലേക്ക് കടന്നു വന്നത് നമുക്കറിയാം. അന്ധകാരത്തിന്റെ വിവിധ മേഖലകളിലായിപ്പോയിരുന്ന എത്രയോ പേരെ കരം പിടിച്ചുയർത്തുന്ന യേശുവിന്റെ സാന്നിധ്യം ഒടുവിൽ കാൽവരി കുരിശിൽ നന്മയുടെ പ്രതീകമായവൻ നിൽക്കുമ്പോൾ അരികിൽ കിടക്കുന്ന കള്ളൻ മനസാന്തരപ്പെട്ട് തിരിഞ്ഞു നോക്കുമ്പോഴോ ഇന്നു നീ എന്നോടുകൂടി പറുദീസായിരിക്കുമെന്ന് പറയുന്ന സ്നേഹത്തിന്റെ ആഴങ്ങൾ, സ്നേഹിതരെ, വളരെ വളരെ വ്യക്തമായി സദൃശവാക്യക്കാരൻ, ജ്ഞാനി, തലമുറകൾക്ക് പകർന്നു നൽകുന്ന ജ്ഞാനം അതുതന്നെയാണ്. വ്യത്യസ്ത രീതികളിൽ തലമുറകൾ പകർന്നു കൊടുക്കുവാൻ ശ്രമിച്ച ജ്ഞാനവും അതുതന്നെയാണ്. തിന്മ വ്യത്യസ്ത രൂപങ്ങളെടുക്കും, വ്യത്യസ്ത ഭാവങ്ങളെടുക്കും. അവർ ദ ലയൺ കിങ് എന്ന് കുഞ്ഞുങ്ങൾ ആസ്വദിക്കുന്ന കാർട്ടൂൺ സീരീസിലെ രാജപക്ഷത്ത് തിന്മ വന്നു നിൽക്കുന്ന അനുഭവം പോലെ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ അധികാരം പിടിച്ചെടുക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ആത്യന്തികമായി വിജയം നന്മയുടെ പക്ഷത്തായിരിക്കും. ദുർജനം സജ്ജനത്തിന്റെ മുന്നിലും ദുഷ്ടന്മാർ നീതിമാന്മാരുടെ വാതിലിനു മുന്നിലും വണങ്ങി നിൽക്കും എന്നുള്ളത് അടിവരയിട്ട് ജ്ഞാനി ഓർമ്മപ്പെടുത്തുന്ന ഒരനുഭവമാണ്. അതുകൊണ്ട് തന്നെ നന്മയും തിന്മയും തമ്മിൽ തിരഞ്ഞെടുക്കുവാൻ നമ്മുടെ മുന്നിൽ തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുമ്പോൾ നന്മയ്ക്കു വേണ്ടി നിലപാടെടുക്കുവാൻ, സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടത്തിൽ നാം അകപ്പെടുമ്പോൾ സത്യത്തിനു വേണ്ടി നിലനിൽക്കുവാൻ, ദുർജനവും സജ്ജനവും നമ്മെ അവരുടെ പക്ഷത്ത് ചേർക്കുവാൻ ശ്രമിക്കുമ്പോൾ സജ്ജന പക്ഷത്ത് നിൽക്കുവാൻ, ദുഷ്ടനും നീതിമാനും ഈ രണ്ട് തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ മുന്നിലുള്ളപ്പോൾ നീതിയുടെ പക്ഷത്ത് തീരുമാനമെടുക്കുവാൻ, അതുകൊണ്ട് തന്നെ ദൈവം നമുക്ക് ശക്തി പകരേണ്ടതുണ്ട്. യേശു കർത്താവ് കാട്ടിത്തന്ന ആ മാതൃക നമുക്ക് പ്രചോദനം ആകേണ്ടതുണ്ട്. ഇന്ന് അതുകൊണ്ട് തന്നെ ഈ സദൃശവാക്യം ആഴമായി ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും സ്വർഗീയ ദൈവം നമുക്ക് ശക്തി പകരട്ടെ. സദൃശവാക്യങ്ങൾ 14 അധ്യായം അതിൻ്റെ 19 വാക്യം, ദുർജനം സജ്ജനത്തിൻ്റെ മുന്നിലും
ദുഷ്ടന്മാർ നീതിമാന്മാരുടെ മുന്നിലും വണങ്ങി നിൽക്കുന്നു.